ദൈവികതയുടെ രഹസ്യമെന്ന ഈ വേദ പഠനത്തിലേക്ക് കർത്താവിൻ്റെ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവരെയും ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ദൈവത്തിൻ്റെ ആത്മാവ് തന്നെ ഇന്നും നമ്മോട് ഇടപെടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. വൈകിപ്പിക്കുന്നില്ല. സ്തോത്രം. കർത്താവായ യേശു ക്രിസ്തു ആര്? കർത്താവായ യേശു ക്രിസ്തു ദൈവത്തെ നമുക്ക് എപ്രകാരം വെളിപ്പെടുത്തിയിരിക്കുന്നു, കർത്താവായ യേശു ക്രിസ്തു ദൈവവും തമ്മിലുള്ള ബന്ധമെന്ത് എന്നതിനെക്കുറിച്ച് വ്യക്തതയോടെ ചില നാളുകളായിട്ട് നമുക്ക് കേൾക്കുവാൻ, നമുക്ക് പഠിക്കുവാൻ ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് കർത്താവിൻ്റെ ആത്മാവ് നമ്മെ സഹായിക്കുന്നതിനെ ഓർത്ത് ഞാൻ കർത്താവിനെ മഹത്വപ്പെടുത്തുകയാണ്. നമുക്കിന്ന് എബ്രായർക്ക് എഴുതിയ ലേഖനം 7-ാമത്തെ അധ്യായം 26-ാമത്തെ വാക്യം ഇപ്രകാരമാണ് എഴുതിയിരിക്കുന്നത്. He is the kind of high priest we need because he is holy and blameless, unstained by sin. He has been set apart from sinners and has been given the highest place of honor in heaven. ഞാനത് നിങ്ങൾക്ക് വേണ്ടി മലയാളത്തിൽ വായിക്കുകയാണ്. 7-ാം അധ്യായത്തിൻ്റെ 26-ാമത്തെ വാക്യം മലയാളത്തിൽ ഇപ്രകാരം എഴുതിയിരിക്കുന്നു. ഇങ്ങനെയുള്ള മഹാപുരോഹിതനല്ലോ നമുക്ക് വേണ്ടിയത്, പവിത്രൻ, നിർദോഷൻ, നിർമ്മലൻ, പാപികളോട് വേറിട്ടവൻ, സ്വർഗത്തെക്കാൾ ഉന്നതനായി തീർന്നവൻ. പവിത്രൻ, നിർദോഷൻ, നിർമ്മലൻ, പാപികളോട് വേറിട്ടവൻ, സ്വർഗത്തെക്കാൾ ഉന്നതനായി തീർന്നവൻ. കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള വിശേഷണമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇവിടെ പറഞ്ഞു നിർത്തുന്നത് സ്വർഗത്തെക്കാൾ ഉന്നതനായി തീർന്നവൻ എന്നാണ്. ഇവിടെ നമുക്ക് മലയാള വേദപുസ്തകത്തിൽ നിന്ന് തന്നെ കർത്താവിൻ്റെ കൃപയിൽ ആശ്രയിച്ച് നാം തുടരുമ്പോൾ നമുക്ക് കർത്താവായ യേശു ക്രിസ്തുവിനെ നമുക്ക് ഇവിടെ എബ്രായർക്ക് എഴുതിയ ലേഖനകർത്താവ് വെളിപ്പെടുത്തിയിരിക്കുന്നത് മഹാപുരോഹിതൻ ആയിട്ടാണ്. എങ്ങനെയുള്ള മഹാപുരോഹിതൻ? മാനുഷികമാകുന്ന ഒരു മഹാപുരോഹിതനായിട്ടല്ല, മറിച്ചോ നമുക്ക് കർത്താവായ യേശു ക്രിസ്തുവിനെ ഇവിടെ വെളിപ്പെടുത്തിയിരിക്കുന്നത്. സ്തോത്രം. ഇങ്ങനെയുള്ള മഹാപുരോഹിതനല്ലോ നമുക്ക് വേണ്ടിയത്. എങ്ങനെയുള്ള മഹാപുരോഹിതനാണ് നമുക്ക് വേണ്ടത്? പവിത്രൻ. സ്തോത്രം. പാപമില്ലാത്തവൻ എന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം. പവിത്രൻ, വിശുദ്ധൻ. നിർദോഷൻ, ദോഷം വിട്ടകന്നവൻ. സ്തോത്രം. നിർമ്മലൻ, നിർമ്മലമായവൻ, അതായത് നിർമ്മലം അല്ലാത്ത യാതൊന്നുമില്ല. പാപികളോട് വേറിട്ടവൻ, പാപികളുമായി ഒരു ബന്ധവുമില്ലാത്തവൻ, സ്വർഗത്തെക്കാൾ ഉന്നതനായി തീർന്നവൻ. അതത്രേ യെശയ്യാപ്രവാചകൻ വിളിച്ചു പറയുന്നത്. അത്ഭുത മന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു. അതത്രേ വചനം ജഡമായി തീർന്നവൻ. അതത്രേ വചനം ദൈവമായിരുന്നു എന്നവൻ. പ്രിയമുള്ളവരെ, യേശു ക്രിസ്തുവിനെ നിങ്ങൾ അറിയുന്നുവെങ്കിൽ നിങ്ങൾ പിതാവിനെ അറിഞ്ഞിരിക്കുന്നു. ഞാൻ പിതാവിലും പിതാവ് എന്നിലും എന്ന് എന്നെ വിശ്വസിപ്പിൻ, അല്ലെങ്കിൽ പ്രവൃത്തി നിമിത്തം എന്നെ വിശ്വസിപ്പിൻ. എന്തുകൊണ്ട് കർത്താവായ യേശു ക്രിസ്തു ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു? കാരണം താൻ പിതാവിൻ്റെ പ്രവൃത്തിയാണ് ചെയ്യുന്നത്. എന്തുകൊണ്ട് താൻ പിതാവിൻ്റെ പ്രവൃത്തി ചെയ്യുന്നു? കാരണം താൻ പിതാവിൽ വസിക്കുന്നത് കൊണ്ട്. എന്തുകൊണ്ട് താൻ പിതാവിൽ വസിക്കുന്നു? കാരണം പിതാവ് തന്നിൽ വസിക്കുന്നു. എന്തുകൊണ്ട് പിതാവ് പുത്രനിലും പുത്രൻ പിതാവിലും വസിക്കുന്നു? കാരണം പിതാവും പുത്രനും ഒന്നായതുകൊണ്ട്. എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു. പിന്നെ പിതാവിനെ ഞങ്ങൾക്ക് കാണിച്ചു തരേണം എന്ന് നിങ്ങൾ എങ്ങനെ പറയുന്നു എന്ന് ശിഷ്യന്മാരോട് ചോദിക്കുകയാണ്. കർത്താവേ എന്ന് ഞങ്ങൾ വിളിക്കുമ്പോൾ, കർത്താവേ എന്ന് നാം പറയുമ്പോൾ നാം പിതാവേ എന്ന് തന്നെയാണ് വിളിക്കുന്നത്. കർത്താവേ എന്ന് നാം വിളിക്കുമ്പോൾ നാം യേശുവേ എന്ന് തന്നെയാണ് വിളിക്കുന്നത്. ഞാനിത് സംസാരിക്കുന്നത് ആരെയും ആശയക്കുഴപ്പത്തിലേക്ക് കൊണ്ടുപോകുവാനല്ല, മറിച്ച് നിങ്ങൾ കർത്താവിനെ സ്നേഹിക്കണം. നിങ്ങൾ കർത്താവിനോടുകൂടെ ചേർന്നിരിക്കണം. നിങ്ങൾ കർത്താവ് നമ്മുടെ മുമ്പിൽ വച്ചിരിക്കുന്ന മാതൃക പിന്തുടരണം. നിങ്ങൾ കർത്താവിൻ്റെ വിശുദ്ധിയെ പ്രാപിക്കണം. നിങ്ങൾ കർത്താവിലുള്ള ആ സ്നേഹത്തിൻ്റെ അനുഭവത്തെ നിങ്ങളും രുചിച്ചറിയണം. നിങ്ങൾ കർത്താവിൻ്റെ വിശുദ്ധി എന്തെന്നറിയണം. നിങ്ങൾ കർത്താവിൻ്റെ നിർമ്മലത എന്തെന്നറിയണം. നിങ്ങൾ കർത്താവിൻ്റെ
പവിത്രത എന്തെന്നറിയണം. നിങ്ങൾ കർത്താവിൻ്റെ ആ ദോഷം വിട്ടകന്ന ആ അനുഭവം എന്തെന്ന് നിങ്ങൾ അറിയണം. നിങ്ങൾ കർത്താവിൻ്റെ ആ പാപികളോട് അകന്നിരിക്കുന്ന അനുഭവം, തൻ്റെ വിശുദ്ധിയുടെ ആ ഒരു മഹത്വം എന്തെന്ന് നിങ്ങൾ തിരിച്ചറിയണം. നിങ്ങൾ കർത്താവിൻ്റെ ആ മഹത്വം, ആ വലിയവ, കർത്താവ് എത്രത്തോളം ഉന്നതനാണ് എന്ന് നിങ്ങൾ തിരിച്ചറിയണം. കർത്താവ് സ്വർഗത്തെക്കാൾ ഉന്നതൻ ആണ്. സ്വർഗം സിംഹാസനം, ഭൂമി പാദപീഠം എന്ന് വാണരുളുന്ന ആ അരുമനാഥൻ സ്വർഗത്തെക്കാൾ ഉന്നതൻ തന്നെ ആണ്. യേശുക്രിസ്തു ദൈവമാണ്. ഈ സത്യത്തിൽ നിലനിൽക്കുവാൻ, ഈ സത്യത്തിൽ ചേർന്നിരിപ്പാൻ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ സഹായിച്ചേ പറ്റൂ. കർത്താവിൻ്റെ ആത്മാവാണ് നമ്മോട് ഇടപെടുന്നത്. കർത്താവിൻ്റെ ആത്മാവ് നമ്മോട് ഇടപെടുന്നത് നമ്മുടെ ആത്മകണ്ണുകൾ തുറക്കുവാനും, സ്തോത്രം, നാം ആത്മകണ്ണുകൾ തുറക്കപ്പെടുന്നതിലൂടെ നാം കർത്താവിൻ്റെ ആത്മാവിനെ അനുസരിച്ച് തന്നെ കർത്താവിനെ സ്നേഹിച്ച് കർത്താവുമായി ഇഴുകിച്ചേർന്ന് കർത്താവും പിതാവുമായുള്ള ബന്ധത്തിൽ, പിതാവിൻ്റെയും പുത്രൻ്റെയും കൂട്ടായ്മയിൽ ദൈവത്തിൻ്റെ ആത്മാവിനാൽ നാം എന്നേക്കും ഒരുമിച്ചിരിക്കുവാൻ വേണ്ടിയാണ് എന്ന സത്യത്തെ ഒരു പ്രിയപ്പെട്ടവരും മറന്നു പോകരുതെന്ന് കർത്തൃനാമത്തിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞുകൊള്ളട്ടെ. ഇങ്ങനെയുള്ള പുരോഹിതനല്ലോ നമുക്ക് വേണ്ടിയത്. കർത്താവിനെ ഇവിടെ ശ്രേഷ്ഠ മഹാപുരോഹിതനായി പറയുകയാണ്, വിശേഷിപ്പിക്കുകയാണ്. കർത്താവായ യേശു ക്രിസ്തുവിനെ ആടുകളുടെ ഇടയൻ, വലിയ ഇടയൻ എന്ന് വിശേഷിപ്പിക്കുന്നു, ജീവനുള്ള അപ്പം എന്ന് വിശേഷിപ്പിക്കുന്നു, ജീവജലം എന്ന് വിശേഷിപ്പിക്കുന്നു, പുണ്യാഹ രക്തമായി വിശേഷിപ്പിക്കുന്നു. നമ്മെ ദൈവവുമായി അടുപ്പിക്കുന്ന ഏതെല്ലാം മാധ്യമമുണ്ടോ അവിടെയെല്ലാം ക്രിസ്തുവിനെ മാത്രമേ നമുക്ക് കാണാൻ കഴിയൂ. എന്തുകൊണ്ട്? നമ്മെ ദൈവവുമായി അടുപ്പിക്കുവാൻ ദൈവം നമ്മുടെ മുമ്പിൽ വച്ചിരിക്കുന്ന വഴിയായി നാം ക്രിസ്തുവിനെ കാണുന്നു, സത്യമായി നാം ക്രിസ്തുവിനെ കാണുന്നു, ജീവനായി നാം ക്രിസ്തുവിനെ കാണുന്നു. കർത്താവായ യേശു ക്രിസ്തു വ്യക്തമായി പറയുന്നു, ഞാൻ ആടുകളുടെ വലിയ ഇടയനാകുന്നു. എന്താണ് അതിൻ്റെ അർത്ഥം? അതിൻ്റെ അർത്ഥം ഞാൻ ആത്മാക്കളുടെ വിചാരകനാകുന്നു, ഞാൻ ആത്മാക്കളുടെ ഉടയവനാകുന്നു. ആടുകളുടെ വലിയ ഇടയൻ എന്നതിൻ്റെ അർത്ഥം ആത്മാക്കളുടെ ഇടയനെന്നാണ്. ആത്മാക്കളുടെ ഇടയൻ എന്നതിൻ്റെ അർത്ഥം ആത്മാക്കളുടെ ഉടയവൻ എന്നാണ് അതിൻ്റെ അർത്ഥം. കർത്താവായ യേശു ക്രിസ്തു ആത്മാക്കളുടെ ഉടയവനാണ്. കർത്താവായ യേശു ക്രിസ്തു നിത്യ ജീവന്റെ ഉറവിടമാണ്. എന്തുകൊണ്ട്? കർത്താവായ യേശു ക്രിസ്തു ഇത്രയധികം വിശേഷണങ്ങൾക്ക് പാത്രമാണ്. ഇത്രയും വിശേഷത യേശു ക്രിസ്തുവിന് എന്തുകൊണ്ട്? ഒരു കാര്യം വ്യക്തതയോടെ പറയാം, ആർക്കും അവകാശപ്പെടുവാൻ കഴിയാത്ത വിശുദ്ധി, ആർക്കും അവകാശപ്പെടുവാൻ കഴിയാത്ത ആധികാരികത, ആർക്കും അവകാശപ്പെടുവാൻ കഴിയാത്ത സത്യസന്ധത, ആർക്കും അവകാശപ്പെടുവാൻ കഴിയാത്ത മാതൃക, എല്ലാം നമുക്ക് യേശു ക്രിസ്തുവിൽ മാത്രം കാണാം. ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു, യേശു ക്രിസ്തുവിൽ മാത്രം കാണാം. എന്തുകൊണ്ട്? യേശു ക്രിസ്തു ദൈവമായതുകൊണ്ട്. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ ആത്മാവാണ് നമ്മോട് ഈ കാര്യങ്ങളെ സംസാരിക്കുന്നത്. എന്തുകൊണ്ട്? നാം യേശു ക്രിസ്തുവിനെ കൂടുതലായി അറിയണമെന്ന് ദൈവത്തിൻ്റെ ആത്മാവ് ആഗ്രഹിക്കുന്നു. കാരണം നാം യേശു ക്രിസ്തുവിനെ കൂടുതലായി അറിയുമ്പോൾ നാം പോലും അറിയാതെ നാമും പിതാവുമായുള്ള ബന്ധം വർദ്ധിക്കുകയാണ്. നാം യേശു ക്രിസ്തുവിനെ കൂടുതലായി അറിയുമ്പോൾ നാം പിതാവുമായുള്ള ബന്ധം വർദ്ധിക്കുകയാണ്. പിതാവും പുത്രനുമായുള്ള ബന്ധം നമ്മിൽ വർദ്ധിക്കുമ്പോൾ അവിടെ നമുക്ക് പിതാവിൻ്റെയും പുത്രൻ്റെയും കൂട്ടായ്മ നമ്മിൽ വർദ്ധിക്കുകയാണ്. പിതാവിൻ്റെയും പുത്രൻ്റെയും കൂട്ടായ്മ നമ്മിൽ വർദ്ധിക്കുന്നതിൻ്റെ അർത്ഥം ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ സകല സത്യത്തിലും നീതിയിലും നമ്മെ വഴി നടത്തുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. ഇവിടെ നാം ഇപ്രകാരം കർത്താവിനെ കുറിച്ച് ഒരു വിശേഷണം വായിക്കുമ്പോൾ തന്നെ നമുക്ക് 1 യോഹന്നാൻ 2-ാം അധ്യായത്തിലേക്ക് ഒന്ന് പോകേണ്ടതുണ്ട്. 1 യോഹന്നാൻ 2-ാം അധ്യായത്തിൻ്റെ
ഒന്നും രണ്ടും വാക്യങ്ങൾ നമുക്കവിടെ വായിക്കാം. രണ്ടാമത്തെ വാക്യമാണ് നമുക്ക് ആധാരമായിട്ടുള്ളത്. എങ്കിലും കണ്ടിന്യൂവേഷന് വേണ്ടി ഒന്നാം വാക്യം മുതൽ തന്നെ നമുക്കൊന്ന് വായിച്ചു വരേണ്ടതുണ്ട്. എൻ്റെ കുഞ്ഞുങ്ങളെ, നിങ്ങൾ പാപം ചെയ്യാതിരിപ്പാൻ ഞാനിത് നിങ്ങൾക്ക് എഴുതുന്നു. ഒരുത്തൻ പാപം ചെയ്തു എങ്കിലോ നീതിമാനായ യേശു ക്രിസ്തു എന്ന കാര്യസ്ഥൻ നമുക്ക് പിതാവിൻ്റെ അടുക്കൽ ഉണ്ട്. ഇത് വായിക്കുമ്പോൾ യേശു ക്രിസ്തു കാര്യസ്ഥൻ മാത്രമാണ് എന്ന് വേണമെങ്കിൽ ആർക്കെങ്കിലും ഒന്ന് തർക്കിക്കാം. അങ്ങനെ തർക്കിക്കണമെന്നുള്ളവർക്ക് തർക്കിച്ചു കൊണ്ടേയിരിക്കാം. അത് നിങ്ങളുടെ ഇഷ്ടമാണ്. അത് ആ വിഷയവുമായിട്ട് എനിക്ക് യാതൊരു ബന്ധവുമില്ല. അടുത്ത് വായിക്കുന്നത് ശ്രദ്ധയോടെ കേൾക്കാം. നീതിമാനായ യേശു ക്രിസ്തു എന്ന കാര്യസ്ഥൻ നമുക്ക് പിതാവിൻ്റെ അടുക്കൽ ഉണ്ട്. ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തം ആകുന്നു. നമ്മുടേതിന് മാത്രമല്ല, സർവ ലോകത്തിന്റെ പാപത്തിനും തന്നെ. ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാകുന്നു. നമ്മുടെ പാപങ്ങൾക്ക് മാത്രമല്ല, സർവ ലോകത്തിന്റെ പാപത്തിനും തന്നെ. അതുകൊണ്ടാണ് ക്രിസ്തുവിനെ വിശേഷിപ്പിക്കുന്നത് ലോകസ്ഥാപനത്തിന് മുൻപേ അറുക്കപ്പെട്ട കുഞ്ഞാട്. അതുകൊണ്ടാണ് ക്രിസ്തുവിനെ വിശേഷിപ്പിക്കുന്നത് ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന കുഞ്ഞാട്. അതുകൊണ്ടാണ് യേശു ക്രിസ്തുവിനെ വിശേഷിപ്പിക്കുന്നത് ലോകത്തിന്റെ രക്ഷിതാവ്. അതുകൊണ്ടാണ് യേശു ക്രിസ്തു ആയിരിക്കുന്നത്, മശീഹയായിരിക്കുന്നത്, രക്ഷകനായിരിക്കുന്നത്, അഭിഷക്തനായിരിക്കുന്നത്. അതുകൊണ്ടാണ് യേശു വചനമായ ദൈവമായിരിക്കുന്നത്. ഇവിടെ നീതിമാനായ യേശു ക്രിസ്തു എന്ന കാര്യസ്ഥൻ നമുക്ക് പിതാവിൻ്റെ അടുക്കൽ ഉണ്ട്. യേശു ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാകുന്നു. നമ്മുടേതിന് മാത്രമല്ല, സർവ ലോകത്തിന്റെ പാപത്തിനും തന്നെ. അതായത് നമ്മുടേതിന് മാത്രമല്ല, സർവ ലോകത്തിനും തന്നെ. ഇനി നമുക്ക് എബ്രായർക്കെഴുതിയ ലേഖനം 7:26 ഒന്നും കൂടെ ഒന്ന് വായിക്കണം. അവിടെ എന്താ എഴുതിയിരിക്കുന്നത്? ഇങ്ങനെയുള്ള മഹാപുരോഹിതനല്ലോ നമുക്ക് വേണ്ടിയത്. അവിടെ കാര്യസ്ഥൻ എന്ന് പറയുന്നു, ഇവിടെ മഹാപുരോഹിതൻ എന്ന് പറയുന്നു. എന്നാൽ അവിടെ എന്താ പറയുന്ന? നമ്മുടെ പാപത്തിന് മാത്രമല്ല, സർവലോകത്തിന്റെ പാപത്തിനും പ്രായശ്ചിത്തമാകുന്നു ക്രിസ്തു എന്ന് അവിടെ പഠിപ്പിക്കുന്നു. യോഹന്നാൻ ലേഖനത്തിൽ നാം വായിക്കുന്നു. എന്നാൽ അത് തന്നെ ഇവിടെയും പറയുന്നു. എന്താണ്? പവിത്രൻ, നിർദോഷൻ, നിർമ്മലൻ, പാപികളോട് വേറിട്ടവൻ, സ്വർഗത്തെക്കാൾ ഉന്നതനായി തീർന്നവൻ. ലോകേക രക്ഷിതാവ്, സ്വർഗത്തെക്കാൾ ഉന്നതനായി തീർന്നവൻ. യേശു ക്രിസ്തു എന്തുകൊണ്ട് ലോകേക രക്ഷിതാവായിരിക്കുന്നു? യേശു ക്രിസ്തു എന്തുകൊണ്ട് ലോകത്തിലെ സകലരുടെയും പാപം ക്ഷമിക്കുന്നവനായിരിക്കുന്നു? കാരണം യേശു ക്രിസ്തു പവിത്രനാണ്, നിർദോഷനാണ്, നിർമ്മലനാണ്, പാപികളോട് വേറിട്ടവനാണ്, സ്വർഗത്തെക്കാൾ ഉന്നതനായി തീർന്നവനാണ്. അപ്രകാരം അറിയപ്പെടുന്ന ഒരേ ഒരു നാമമേ ഉള്ളൂ, ഏക സത്യ ദൈവം മാത്രം. നാം യേശു ക്രിസ്തുവിലേക്ക് നോക്കുമ്പോൾ നമുക്ക് നമ്മുടെ പിതാവായ ദൈവത്തെ കാണാൻ കഴിയും. നിസ്സംശയം നമുക്ക് ക്രിസ്തുവിൽ പിതാവിനെ കാണാൻ കഴിയും. നിസ്സംശയം നമുക്ക് പിതാവിനെയും പുത്രനെയും വേർതിരിക്കാതെ നമുക്ക് കാണാൻ കഴിയും. എന്നാൽ ഏറ്റവും രസകരമായ കാര്യമെന്ത്, ആശ്ചര്യകരമായ കാര്യമെന്ത് എന്ന് ചോദിച്ചാൽ, പുത്രനെ അറിയാതെ പിതാവിനെ അറിയാൻ യാതൊരു മാർഗവും ഇല്ല. ദൈവത്തെ അറിയാൻ, ദൈവം മനുഷ്യനായി അവതരിച്ച കർത്താവിനെ അറിഞ്ഞല്ലാതെ യാതൊരു മാർഗവും ഇല്ല. കർത്താവായ യേശു ക്രിസ്തുവിലൂടെയുള്ള ആ രക്ഷാമാർഗത്തിലൂടെ അല്ലാതെ പിതാവിനെ അറിയുവാൻ, ദൈവത്തിനെ അറിയുവാൻ യാതൊരു മാർഗവും ഇല്ല. രക്ഷ പ്രാപിപ്പാൻ ഒരേ ഒരു നാമം, നശിച്ചു പോകാതിരിപ്പാൻ ഒരേ ഒരു നാമം, നിത്യജീവനെ പ്രാപിപ്പാൻ ഒരേ ഒരു നാമം, സ്വർഗരാജ്യത്തിന്റെ ഭാഗമാകുവാൻ ഒരേ ഒരു നാമം, അത് യേശു ക്രിസ്തുവിന്റെ നാമം. യേശു ക്രിസ്തുവിന്റെ നാമം. വീണ്ടും ജനിക്കുവാൻ ഒരേ ഒരു നാമം, അത് യേശു ക്രിസ്തുവിന്റെ നാമം. സ്വർഗത്തിൽ പേരെഴുതപ്പെട്ടവരാകുവാൻ ഒരേ ഒരു നാമം, അത് യേശു ക്രിസ്തുവിന്റെ നാമം.
ആത്മാവിൽ വീണ്ടും ജനിക്കുവാൻ ഒരേ ഒരു നാമം, അത് യേശുക്രിസ്തുവിന്റെ നാമം. മനസ്സിലാക്കണം. അബ്ബാ പിതാവേ എന്ന് വിളിക്കുവാൻ കാരണമായിരിക്കുന്ന ഒരേ ഒരു നാമം, അത് യേശുക്രിസ്തുവിന്റെ നാമം. പരിശുദ്ധാത്മാവിനെ നമുക്ക് ലഭിപ്പാൻ കാരണമായിരിക്കുന്ന ഒരേ ഒരു നാമം, അത് യേശുക്രിസ്തുവിന്റെ നാമം. എത്ര കടും ചുവപ്പായ പാപത്തിന് പാത്രമായവരായാലും, എത്ര വലിയ പാപിയായാലും, ഹിമത്തെ പോലെ നമ്മെ വെണ്മയാക്കി തീർക്കുന്ന, നമ്മെ നിർമ്മലീകരിക്കുന്ന, നമ്മെ വിശുദ്ധീകരിക്കുന്ന ഏക സത്യനാമം, അത് യേശുക്രിസ്തുവിന്റെ നാമമാണ്. നമ്മെ ന്യായം വിധിക്കുന്നതിന് പകരം നമ്മുടെ ന്യായവിധിയെ തൻ്റെ ജീവിതത്തിൽ ഏറ്റെടുത്ത് അതിന് പരിഹാരമായ ഏക നാമം, അത് യേശുക്രിസ്തുവിന്റെ നാമമാണ്. സകല നാമത്തിനും മേലായ നാമം, അത് യേശുക്രിസ്തുവിന്റെ നാമമാണ്. അത്ഭുത മന്ത്രി എന്ന നാമം, അത് യേശുക്രിസ്തുവിന്റെ നാമമാണ്. വീരനാം ദൈവം എന്ന നാമം, അത് യേശുക്രിസ്തുവിന്റെ നാമമാണ്. നിത്യപിതാവ് എന്ന നാമം, അത് യേശുക്രിസ്തുവിന്റെ നാമമാണ്. സമാധാന പ്രഭു എന്ന നാമം, അത് യേശുക്രിസ്തുവിന്റെ നാമമാണ്. കർത്താവായ യേശുക്രിസ്തുവിന് മഹത്വം. നമുക്കൊരു സന്തതി ജനിച്ചിരിക്കുന്നു എന്നത് അത് യേശുക്രിസ്തുവിന്റെ നാമമാണ്. ഇമ്മാനുവേൽ, ദൈവം നമ്മോട് കൂടെ എന്നത് യേശുക്രിസ്തുവിന്റെ നാമമാണ്. യേശുക്രിസ്തുവിന്റെ നാമം നമ്മെ വിശുദ്ധീകരിക്കുന്ന നാമമാണ്. യേശുക്രിസ്തുവിന്റെ നാമം നമ്മെ പിതാവിന്റെ സന്തതിയാക്കി മാറ്റുന്ന നാമമാണ്. യേശുക്രിസ്തുവിന്റെ നാമം നമ്മെ ദൈവവുമായുള്ള ശത്രുത്വത്തെ എന്നേക്കുമായി നീക്കിക്കളയുന്ന നാമമാണ്. യേശുക്രിസ്തുവിന്റെ നാമം നമ്മെ പുതിയ സൃഷ്ടിയാക്കി മാറ്റുന്ന നാമമാണ്. യേശുക്രിസ്തുവിന്റെ നാമം നമ്മെ ക്രിസ്തുവിന്റെ മനസ്സുള്ളവരാക്കി മാറ്റുന്ന നാമമാണ്. യേശുക്രിസ്തുവിന്റെ നാമം നമ്മെ സ്വർഗീയ പൗരത്വത്തിന്റെ പാത്രമാക്കി മാറ്റുന്ന നാമമാണ്. നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലത്രേ. യേശു ക്രിസ്തുവിൻ നാമം നിമിത്തം ദൂതന്മാർ പോലും നമ്മുടെ സേവക ആത്മാക്കളായി മാറിയിരിക്കുകയാണ്. അതുകൊണ്ടത്രേ നാം അഭിമാനത്തോടെ, സന്തോഷത്തോടെ, പ്രാഗൽഭ്യത്തോടെ, വിശ്വാസത്തോടെ കർത്താവിലുള്ള ആ വിശുദ്ധിയെ നോക്കിക്കൊണ്ട് നാം വിളിച്ചു പറയുന്നത്, മഹത്വത്തിന്റെ പ്രത്യാശയാവുന്ന യേശു ക്രിസ്തു നമ്മിൽ വസിക്കുന്നു. ജീസസ് ക്രൈസ്റ്റ് ലിവ്സ് ഇൻ മീ. യേശു ക്രിസ്തു നമ്മിൽ വസിക്കുന്നു. ഏത് ബലഹീന പാത്രത്തെയും ബലമുള്ളതാക്കി മാറ്റുന്ന യേശു ക്രിസ്തുവിന്റെ നാമം ഏത് തകർന്ന അനുഭവത്തെയും ക്രിസ്തുവിനോടുകൂടെ ചേർത്ത് പണിത്, പിതാവിൻ്റെ ആ വ്യക്തിത്വത്തോട് ചേർത്ത് പണിത് നമ്മെ ക്രിസ്തുവിനോട് അനുരൂപമാക്കി മാറ്റുന്ന നാമം യേശു ക്രിസ്തുവിൻ നാമം. ഏത് കൈപ്പേറിയ അനുഭവത്തിലൂടെ പോയാലും ആ മാധുര്യമുള്ള നാമം നിമിത്തം ആ കയ്പിനെ നാം എന്നേക്കുമായി എടുത്തെറിഞ്ഞു കളയുന്ന ആ നമ്മെ ആ മാധുര്യമുള്ള നാമത്തോടു കൂടെ ചേർത്ത് നിർത്തുന്ന നാമം യേശു ക്രിസ്തുവിന്റെ നാമം. പിതാവേ, യേശു ക്രിസ്തുവിന് മഹത്വം. പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിന് മഹത്വം. പിതാവേ എന്ന് വിളിക്കുമ്പോൾ അവിടെ യേശുവുണ്ട്. യേശുവേ എന്ന് വിളിക്കുമ്പോൾ അവിടെ പിതാവുണ്ട്. പിതാവും പുത്രനും ഉള്ളിടത്ത് പരിശുദ്ധാത്മാവുണ്ട്. ദൈവം ഏകനത്രേ. ദൈവം ഏകനത്രേ. കർത്താവിൻ്റെ നാമത്തിന് മഹത്വം. ഇതാണ് ദൈവീകതയുടെ രഹസ്യം. ദൈവത്തിൻ്റെ ആത്മാവാണ് നമ്മോട് ഇടപെട്ടുകൊണ്ടിരിക്കുന്നത്. കർത്താവിൻ്റെ ആത്മാവ് നമ്മോട് ഇന്ന് കർത്താവിനോടുള്ള ആ സ്നേഹത്തെ, നമുക്ക് കർത്താവിനോടുള്ള ആ താല്പര്യത്തെ നമ്മിൽ വർദ്ധിപ്പിക്കുകയാണ്. എന്തിനെന്നറിയാമോ? നാം ആ പിതാവിൻ്റെ സന്തതിയായി എന്നേക്കും വാഴുവാൻ. നാം പ്രാപിച്ചിരിക്കുന്ന ഈ നന്മ, ഈ അനുഭവം, ഈ അനുഗ്രഹം നമ്മിൽ നിന്ന് ഒരിക്കലും വിട്ടുപോകാതിരിപ്പാൻ നാം വിശുദ്ധരും നിഷ്കളങ്കരുമായി ആ അപ്പന്റെ മഹിമാസന്നിധിയിൽ എന്നേക്കും നിൽക്കുന്നവരാകുവാൻ. എല്ലാ നാമത്തിനും മേലായ നാമം, ഭക്തർ ജനം വാഴ്ത്തുന്നാമം. എല്ലാ നാമത്തിനും മേലായ നാമം, ഭക്തർ ജനം വാഴ്ത്തുന്നാമം.
എല്ലാം മുഴങ്കാലും മടങ്ങിടും തിരുമുമ്പിൽ വല്ലഭത്വം ഉള്ള നാമം. എല്ലാം മുഴങ്കാലും മടങ്ങിടും തിരുമുമ്പിൽ വല്ലഭത്വം ഉള്ള നാമം. ശ്രീയേശുനാമം അതിശയനാമം, ഏഴയനിക്കിൻപനാമം. ശ്രീയേശുനാമം അതിശയനാമം, ഏഴയനിക്കിൻപനാമം. യേശു ക്രിസ്തുവിന് മഹത്വം. നാം മുൻപോട്ട് പോകുമ്പോൾ നമുക്ക് യോഹന്നാൻ എഴുതിയ ലേഖനത്തിലേക്ക് 1 യോഹന്നാൻ 5-ാം അധ്യായത്തിൻ്റെ 20-ാമത്തെ വാക്യത്തിലേക്ക് നമുക്കൊന്ന് വരണം. അവിടെ ആ 20-ാമത്തെ വാക്യം വായിക്കുന്നതിന് മുമ്പായിട്ട് 18-ാമത്തെ വാക്യത്തിലേക്ക് നമുക്ക് ആദ്യം ഒന്ന് വരേണ്ടതായിട്ടുണ്ട്. അവിടെ ഇപ്രകാരം എഴുതിയിരിക്കുന്നു, ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്നവൻ ആരും പാപം ചെയ്യുന്നില്ല എന്നും നാം അറിയുന്നു. ദൈവത്തിൽ നിന്ന് ജനിച്ചവനാരും പാപം ചെയ്യുന്നില്ല എന്ന് നാം അറിയുന്നു. അത് എങ്ങനെ അറിഞ്ഞു? അത് നാം ക്രിസ്തുവിൽ അത് കണ്ടു. നാം അത് ക്രിസ്തുവിൽ കണ്ടു. അതേ ഭാവം, അതേ അനുഭവം നമ്മിലും വെളിപ്പെടണം എന്നതാണ് കർത്താവിൻ്റെ ഹിതം, പിതാവിൻ്റെ ഹിതം. അത് നിവർത്തിപ്പാനത്രേ ക്രിസ്തു നമ്മിൽ വെളിപ്പെട്ടിരിക്കുന്നതും. ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ തന്നെത്താൻ സൂക്ഷിക്കുന്നു. ക്രിസ്തു തന്നെത്താൻ സൂക്ഷിച്ചു. അതുകൊണ്ടാണ് നാം എബ്രായർക്ക് എഴുതിയ ലേഖനത്തിൽ ഇങ്ങനെ വായിച്ചത്, പവിത്രൻ, നിർദോഷൻ, നിർമ്മലൻ, പാപികളോട് വേറിട്ടവൻ, സ്വർഗത്തെക്കാൾ ഉന്നതനായി തീർന്നവൻ. മനസ്സിലാക്കണം, തന്നെത്താൻ സൂക്ഷിച്ചു കർത്താവ്. താൻ തന്നെത്താൻ സൂക്ഷിച്ചു. അതുകൊണ്ടാണ് തന്നെക്കുറിച്ച് പറയുന്നത് പവിത്രൻ, നിർദോഷൻ, നിർമ്മലൻ, പാപികളോട് വേറിട്ടവൻ, സ്വർഗത്തേക്കാൾ ഉന്നതനായി തീർന്നവൻ. ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ തന്നെത്താൻ സൂക്ഷിക്കുന്നു. ദുഷ്ടൻ അവനെ തൊടുന്നതുമില്ല. ക്രിസ്തുവിന്റെ ജീവിതം മുഴുവനും പിതാവിന്റെ ഇഷ്ടമല്ലാതെ ദുഷ്ടന്റെ ഒരു ഇഷ്ടവും ക്രിസ്തുവിന്റെ ജീവിതത്തിൽ നിറവേറിയില്ല. ദുഷ്ടൻ തൊട്ടില്ല കർത്താവിനെ. പിതാവിന്റെ ഇഷ്ടത്തിന് തന്നെ താൻ ഏൽപ്പിക്കുന്നതല്ലാതെ ദുഷ്ടന് തൊടുവാൻ കർത്താവിന്റെ മേൽ യാതൊരു അനുവാദവും ഇല്ലായിരുന്നു. തന്നെ പിടിക്കാൻ വരുന്നവരോട് തന്നെ ഏൽപ്പിച്ചു കൊടുത്തു. നമുക്ക് 19-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ, നാം ദൈവത്തിൽ നിന്നുള്ളവർ എന്ന് നാം അറിയുന്നു, സർവലോകവും ദുഷ്ടന്റെ അധീനതയിൽ ഇരിക്കുന്നു എന്നല്ല, കിടക്കുന്നു. ശ്രദ്ധിക്കണം, അടുത്തു പറയുന്നത് ദൈവപുത്രൻ വന്നു എന്നും സത്യദൈവത്തെ അറിയുവാൻ നമുക്ക് വിവേകം തന്നു എന്നും നാം അറിയുന്നു. നാം സത്യ ദൈവത്തിൽ, സ്തോത്രം, ദൈവത്തിന്റെ പുത്രനായ യേശു ക്രിസ്തുവിൽ തന്നെ ആകുന്നു. എന്നിട്ട് യേശു ക്രിസ്തു ആരെന്നാണ് ഇവിടെ പറയുന്നത്? യേശു ക്രിസ്തു സത്യദൈവവും നിത്യ ജീവനും ആകുന്നു. അതുകൊണ്ടാണ് യോഹന്നാൻ എഴുതിയ സുവിശേഷം ഇപ്രകാരം 1-ാം അധ്യായത്തിൽ പറയുന്നത്, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെ ആയിരുന്നു, വചനം ദൈവമായിരുന്നു. അർത്ഥമെന്ത്? യേശു ക്രിസ്തു സത്യദൈവവും നിത്യ ജീവനും ആകുന്നു. അതുകൊണ്ടാണ്, സ്തോത്രം, യോഹന്നാൻ 1:12 ഇങ്ങനെ പറയുന്നത്, യേശു ക്രിസ്തുവിനെ കൈക്കൊണ്ട് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ, യേശുവിന്റെ മക്കളാകുവാൻ എന്നല്ല, ദൈവത്തിന്റെ മക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. അവർ രക്തത്തിൽ നിന്നല്ല, ജഡത്തിന്റെ ഇഷ്ടത്താലല്ല, പുരുഷന്റെ ഇഷ്ടത്താലുമല്ല, ദൈവത്തിൽ നിന്നത്രേ ജനിച്ചത്. യേശു ക്രിസ്തുവിനെ സ്വീകരിക്കുന്നവർ ദൈവത്തിൽ നിന്ന് ജനിച്ചവർ എന്ന് വചനം പറയുന്നു. എന്തുകൊണ്ട് ആ വാക്കാണ് ഇവിടെ പറയുന്നത്? ക്രിസ്തു സത്യദൈവവും നിത്യ ജീവനും ആകുന്നു. എന്താണ്? ക്രിസ്തു സത്യ ദൈവവും നിത്യ ജീവനും ആകുന്നു. പ്രിയമുള്ളവരെ, കർത്താവിനെ അധികമായി സ്നേഹിപ്പാൻ, നിങ്ങൾ കർത്താവിനെ അധികമായി സ്നേഹിക്കുമ്പോൾ നിങ്ങൾ പിതാവായ ദൈവത്തെയാണ് അധികമായി സ്നേഹിക്കുന്നതെന്ന സത്യം തിരിച്ചറിയുവാൻ, പിതാവിന്റെയും പുത്രന്റെയും കൂട്ടായ്മയിൽ നിങ്ങളായിരിക്കുമ്പോൾ
സാക്ഷാൽ നിങ്ങൾ പരിശുദ്ധാത്മാവിൻ്റെ സഹവാസത്തിലും സംസർഗത്തിലുമാണ് ആയിരിക്കുന്നത്. ആ കൂട്ടായ്മയിലാണ്, പിതാവ് പുത്ര പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയിലാണ് നിങ്ങളായിരിക്കുന്നത് എന്ന സത്യത്തെ നിങ്ങൾ തിരിച്ചറിഞ്ഞ് കർത്താവിൻ്റെ സ്നേഹബന്ധത്തിൽ, കർത്താവുമായുള്ള ബന്ധത്തിൽ, പരിജ്ഞാനത്തിലും ജ്ഞാനത്തിലും വർദ്ധിച്ചു വരുവാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ ആത്മാവ് എല്ലാ പ്രിയപ്പെട്ടവരെയും ഒരുപോലെ ബലപ്പെടുത്തട്ടെ എന്ന് ഞാൻ യേശുക്രിസ്തുവിൻ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുകയാണ്. പ്രിയമുള്ളവരെ, ആർക്കെങ്കിലും എന്തെങ്കിലും പ്രാർത്ഥനാ വിഷയമുണ്ടെങ്കിൽ പറയുവാൻ സൗകര്യമുണ്ട്. സ്തോത്രം. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ആമേൻ.